പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഗവർണർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടികൾ ഉടൻ ആരംഭിക്കും. ഹൈക്കോടതി ജഡ്ജ് എ ഹരിപ്രസാദിനെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. റിട്ടയർഡ് ഡിവൈഎസ്പി വി.ജി. കുഞ്ഞൻ അന്വേഷണത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ സഹായിക്കുകയും ചെയ്യും. വെറ്റിനറി സർവകലാശാലയിലെ പുതിയ വി.സി. കെ.എസ്. അനിൽ ഇന്ന് സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിക്കുന്നുണ്ട്. ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, കുറ്റക്കാരെ കണ്ടെത്തുന്ന തരത്തിലേക്ക് അന്വേഷണം എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് വക തരുന്ന നടപടിയാണ് ഗവർണർ ഈ ജുഡീഷ്യൽ കമ്മീഷനെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിയോഗത്തിലൂടെ ഈ കുടുംബാംഗങ്ങളടക്കം പങ്കുവെക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഹൈക്കോടതി ജഡ്ജിയായ എ ഹരിപ്രസാദ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങും എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഔദ്യോഗികമായ നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയാക്കി മാത്രമേ ഈ അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ റിട്ടയർഡ് ഡിവൈഎസ്പി വി.ജി. കുഞ്ഞനാകും അദ്ദേഹത്തെ ഈ അന്വേഷണത്തിൽ സഹായിക്കുക. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നടപടിക്രമങ്ങൾ രാജ്ഭവനിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ജുഡീഷ്യൽ കമ്മീഷന് സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്രയും വേഗത്തിൽ തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുങ്ങുന്നത്. അതിനിടയിലാണ് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റെടുത്തിരിക്കുന്ന കെ.എസ്. അനിൽ രാവിലെ 10 മണിയോടെ സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാടുള്ള വീട് സന്ദർശിക്കുകയാണ്. മാതാപിതാക്കളെ കണ്ട കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം ഈ അന്വേഷണത്തിൽ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പൂർണ്ണമായ പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കുടുംബാംഗങ്ങളെ നേരിട്ട് കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വി.സി. രാജിവെക്കാൻ ഇടയായ സാഹചര്യം അത് വലിയ ശശീന്ദ്രനാഥിന്റെ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങൾ വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാരണം അദ്ദേഹം ഈ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ യാതൊരു റിപ്പോർട്ടുകൾ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ തിരികെ എടുക്കാൻ എന്ത് സമ്മർദ്ദത്തിന്മേലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്ന വലിയ തരത്തിലുള്ള വിമർശനം സിദ്ധാർത്ഥിന്റെ പിതാവടക്കം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം രാജിക്കത്ത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും പുതുതായി ചുമതലയേറ്റിരിക്കുന്ന വൈസ് ചാൻസലർ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ആ ചുമതലയിലേക്ക് കടക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്താത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ അതിലുമായി ബന്ധപ്പെട്ട ശുപാർശ കൈമാറുന്നതിൽ കാലതാമസം നേരിട്ടതിന്റെ പേരിൽ സർക്കാരിന് പഴികേൽക്കേണ്ടി വന്നിരുന്നു. ഗവർണർ അതിനിടയിൽ നടത്തിയ നിർണായകമായ ഇടപെടൽ ഏത് തരത്തിലായിരിക്കും ഇനി വിവാദങ്ങളുടെ മുനയൊടിക്കുക എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പിനിടെ ഇത്തരം വിഷയങ്ങൾ കൂടി ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. എന്തായാലും കുറ്റക്കാരെ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ ഇനിയും ഇത്തരത്തിൽ സിദ്ധാർത്ഥമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ്.